ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൺ ചാപ്സാണ്. വളരെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതാണ്. ഇത് 5 സ്റ്റാർ ഫുഡാണ്. അപ്പം തീർച്ചയായും തയ്യാറാക്കണം. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. മട്ടനും ചിക്കനും മാത്രം കഴിക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മട്ടൺ ചോപ്സും ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു പോർഷൻ മട്ടൺ ചോപ്സ് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറിനേറ്റ് ചെയ്യേണ്ട. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുക. അതിലേക്ക് അത്യാവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കുക. അതിനുശേഷം ഓൾ സ്പൈസസായ 2-3 ക്ലവ്, പിന്നെ സ്റ്റാർ അനിയൻ ഒരെണ്ണം മതി, പിന്നെ 2-3 കുരുമുളക് മുഴുവനായിട്ട് കിടന്നോട്ടെ, പിന്നെ ബേ ലീഫ് ഒരു കഷ്ണം ഇടാം, പിന്നെ ഒരു ഏലക്കായോ 2 ഏലക്കായോ ഇടാം, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മട്ടനും കൂടെ കൂട്ടിയിട്ട് ഇളക്കാവുന്നതാണ്. പെരുംജീരകം ഇതിനകത്തേക്ക് ഇടണം. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഓൾ സ്പൈസസ് എല്ലാം സൂക്ഷിക്കേണ്ടത് നല്ല എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം. ഇതുപോലെ ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം അതിൻ്റെ മണവും ഗുണവും ഒന്നും പോകാതെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മട്ടൺ ചാപ്സ് ഇടുക. ഇതിട്ട് ഒന്ന് ഇളക്കി ഒരല്പ നേരം മൂടി വെക്കുക. ഇതിനകത്തേക്ക് മട്ടൺ കളർ ഏകദേശം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു വലിയ സവോള 2ആയിട്ട് അരിഞ്ഞതും അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് വഴറ്റാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്ന് ഒരുവിധം നന്നായിട്ട് വഴറ്റണം. അതോടൊപ്പം മട്ടൺ ഏകദേശം കുക്കാവുകയും ചെയ്യും. ഇതൊന്ന് വഴഞ്ഞാകും. ഏകദേശം നമ്മുടെ സവോളയൊക്കെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മട്ടനും കുക്കായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പോകുന്ന വേവിക്കൊന്നും വേണ്ട. അത്യാവശ്യം ഇതിട്ടിട്ട് വേറെ ജോലികൾ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ആ മട്ടൻ്റെ വെള്ളം അതോടൊപ്പം ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്, സവോള വഴയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇടാം. ഇതിലേക്ക് പച്ചമുളക് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ഇടാം. ഇല്ല എങ്കിൽ സാധാരണ കാശ്മീരി ചില്ലി മാത്രം ഇട്ടാലും മതിയാവുന്നതാണ്. അതോടൊപ്പം കുരുമുളക് ഇത് ഇവിടെ വഴറ്റും. അങ്ങനെ നമ്മുടെ മസാലയും മട്ടനും ഒക്കെ നന്നായിട്ട് വഴന്ന് ഏകദേശം മട്ടൻ വെന്ത് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാൻ ഓൾറെഡി ഇട്ട് വഴറ്റിയിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അതോടൊപ്പം തന്നെ നമുക്ക് കുരുമുളക് പൊടി ഇടാം. ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടാം. ഇതിലേക്ക് 1 കുഞ്ഞ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരുപാടാകണ്ട. ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇടാൻ പോകുന്നത്. അതും ആവശ്യത്തിന് ഇട്ടാൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതിലേക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതിടാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇടിച്ച മസാല ഇട്ടാലും മതിയാവും. ഞാനിവിടെ മീറ്റ് മസാല ഇടുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ചേർത്ത് യോജിപ്പിച്ചെടുക്കും. നമ്മുടെ മട്ടൺ ചാപ്സ് കറിക്ക് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർത്തു. ഇനി ഇതോടൊപ്പം ഒന്നുകിൽ തൈര് ചേർക്കാം അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം കുഞ്ഞ് തക്കാളിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇത് അടച്ചു വെക്കാം. നമ്മുടെ മട്ടൺ കുറച്ചെങ്കിലും വേകാനുണ്ടെങ്കിൽ അത് വെന്തോട്ടെ. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ഒരല്പം ഇത് മൂടി വെക്കും. തക്കാളിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് അത് ഞാനിവിടെ ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തൈരാണ് ഒഴിക്കേണ്ടത്. എനിക്ക് തൈര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ
ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ മസാലയുള്ള എരിവും എല്ലാം മസാലയുടെ മണം അതിൻ്റെ സ്വാദുള്ള ഇതിലേക്ക് മട്ടനിലേക്ക് പിടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേഗട്ടെ, ചെറുതീയിൽ വെന്തോട്ടെ. ഒരു 10-15 മിനിറ്റ് വേവിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മട്ടൻ ചോപ്സ് ഏകദേശം പാകമായിട്ടുണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഇടിച്ച മസാല, മല്ലിയില ചേർത്ത് വാങ്ങി ഇറക്കാവുന്നതാണ്. ഉപ്പും മുളകും എരിവും എല്ലാം പാകത്തിനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ഫ്രണ്ട്സ്, ഞാനിതിലേക്ക് 2 ചെറിയ ടൊമാറ്റോ സോസിൻ്റെ പാക്കറ്റൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ആക്കി കഴിയുമ്പോഴത്തേക്കും ഒരൽപ്പം സോയ സോസ് താല്പര്യമുണ്ട് ചേർക്കാം. ഒന്ന് പറ്റി വരയ്ക്കാം. ഫ്രണ്ട്സ്, ഞാനിതിലേക്ക് ഒരൽപ്പം ഡാർക്ക് സോയ സോസ് ഒഴിക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരുപാടായി പോകണ്ട. അപ്പം ടൊമാറ്റോ സോസും സോയ സോസും ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ അതിന് മുൻപ് വരെയുള്ള ചേരുവകൾ മാത്രം ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ മതിയാകും. ഇതൊരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത്. ഇത് നന്നായിട്ട് ഇളക്കിക്കാം. ഇളക്കി നമുക്ക് അടച്ചു മൂടിയൊക്കെ വയ്ക്കുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരൽപ്പം റോസ്റ്റ് ചെയ്ത വൈറ്റ് സെസമി സീഡൂടെ നമ്മൾ ഡെക്കറേഷനായിട്ട് ഇടും. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. കുട്ടികൾക്ക് ഇതോടൊപ്പം തന്നെ കഴിച്ചോളും. അപ്പം നമ്മുടെ കറിയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തീർച്ചയായും തയ്യാറാക്കി കണ്ടാൽ തന്നെ കൊതി വരുന്നില്ലേ? നമ്മുടെ മട്ടൻ ചോപ്സ്. അപ്പോൾ എനിക്ക് സർവ് സ്റ്റാർട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ മട്ടൻ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും തയ്യാറാക്കി നോക്കണം, മറക്കരുത്.